ഞാൻ ഗിറ്റാർ, ഓർഗൻ, ഡ്രംസ് ഈ 3 ഐറ്റം മാത്രമേ ഇപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ സ്റ്റുഡൻറ്റ് 100-200 പിള്ളേർ ഇപ്പോഴും ഉണ്ട്. ഈ ഷോർട്ട് മെത്തേഡ് ആയതുകൊണ്ട് കൂടുതൽ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരികയാണ്. അത് നമ്മൾ ഒരു ചാരിറ്റബിൾ പണി പോലെയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 5 കൊല്ലം ഒരുത്തരം കിട്ടി 5 കൊല്ലം വിടാതെ പിടിച്ചിരുത്തി പഠിപ്പിക്കും. നമുക്കത് എത്രയും പെട്ടെന്ന് പോയിട്ട് അടുത്ത ബാച്ചിനെ കയറ്റാനുള്ള വഴി. കൂടുതൽ പേർക്ക് നമ്മൾ പഠിച്ച ആ പുതിയ മെത്തേഡ് അത് അനുഭവിക്കുക എന്നുള്ളത് തിയററ്റിക്കലി കോഴ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബുക്കും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗിറ്റാർ പഠിക്കും, തനിയെ പഠിക്കുക, അതിൻ്റെ കൂടെ CD-യും കൂടെ കൊടുക്കും. അത് കണ്ട് പഠിച്ച വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ആർക്കും ഇത് ഫീസ് താങ്ങാൻ ഒക്കില്ല. ഭയങ്കര ഫീസാണ് അവിടെ മ്യൂസിക്കിൽ വെളിയിലൊക്കെ വിദേശത്തൊക്കെ. മറ്റുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ 4 ഇരട്ടി ഫീസ് കൊടുക്കണം. അല്ല, അപ്പോൾ ഗൾഫിൽ തന്നെ ഒരു ബാൻഡ് മാസ്റ്റർ ഗോവയിലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ ശമ്പളത്തിൻ്റെ ഡബിളാണ് ബാൻഡ് മാസ്റ്റർക്ക്. അപ്പോൾ ആ കണക്ക് പോകുമ്പോൾ മ്യൂസിക്കൽക്കാർക്ക് ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് ആർക്കും ഒരുവിധപ്പെട്ട സാധാരണക്കാർക്ക് പറ്റില്ല. നമ്മൾ കൂലി വേലയ്ക്ക് പോകണം, അവനും പഠിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ തനിയെ പഠിക്കത്ത കണക്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം CD-യോ പെൻഡ്രൈവോ എല്ലാത്തിനകത്തിട്ട് അങ്ങനെ ഒരു ബുക്ക് വിത്തൗട്ട് ടീച്ചറാണ്. ലേൺ ഇൻ മലയാളം ഗിറ്റാർ വിത്തൗട്ട് ടീച്ചർ, വിത്തൗട്ട് ടീയേഴ്സ്, വിത്തൗട്ട് ബോറിങ് എന്നൊന്ന് 3 ഇതാണ്. സുഖമായിട്ട് സന്തോഷമായിട്ട് പഠിച്ചു പോകാം. നമുക്ക് ഞങ്ങൾ പെട്ടെന്ന് പഠിക്കാം. സാർ, ഇത്രയും കളക്ഷൻ ഉള്ളത് നമുക്ക് ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ മനസ്സിലെന്തെങ്കിലും ഒരു മ്യൂസിയമായിട്ട് തുടങ്ങാനോ അത് പിന്നെ പക്ഷെ അത് മ്യൂസിയം ഉണ്ട്, അത് പാലക്കാടാണെന്നേ ഉള്ളൂ. പക്ഷെ അത് വലുതായിട്ട് ആളുകൾ കയറുന്ന ഒരു സ്ഥലവും അല്ല. അത് ചുമ്മാ സർക്കാരായതുകൊണ്ട് അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് മറ്റുള്ള ഇതൊക്കെയാണ്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ടുള്ള ഒരു അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ചെലുത്താൻ പറ്റുള്ളൂ. അതൊരു കേരള സൈറ്റ് അവർ ഇങ്ങോട്ട് ഈ ആൾ കയറ്റണോ എന്നോ കാണിക്കണോ അതൊന്നും താല്പര്യം വെച്ചു. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ബന്ധപ്പെട്ട് പോകണം. ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അത് ഞാനും കൂടെ ചേർന്ന് ഇത് ചെയ്തു. ഈ പാലക്കാട് പോയി എപ്പോഴും നിൽക്കാൻ നോക്കില്ല, കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം. റിസർച്ചിന് പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഒരുപാട് റിസർച്ച് ചെയ്യാനുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. മറ്റുള്ള സബ്ജക്റ്റിലൊക്കെ ഒരുപാട് ചെയ്ത് തീർന്നു കഴിഞ്ഞു, ഇനി ചെയ്യാനില്ല. ഇതിൽ ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഇത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് വേണമെന്നുള്ളവർ ചെയ്യാം. പക്ഷേ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിടണം, മ്യൂസിയം ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടിട്ട് അതിനെ ഓരോന്നിട്ടിട്ട് ഓരോന്നിൻ്റെ ഹിസ്റ്ററി കമ്പ്യൂട്ടറിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പല കാറ്റഗറികൾ തിരിച്ചിട്ടാണ് ഗവേഷണം നടത്തേണ്ടത്. ഇതിനെ കാട്ടിനകത്ത് പോയ സംരക്ഷണ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, ഉപകരണങ്ങൾ അവരെ സംരക്ഷിക്കുന്നത്, അവരെ ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ് അതിനെക്കുറിച്ച് ചെയ്യാം. ഇങ്ങനെ പല തീമുകൾ ചെയ്യാൻ കിടക്കുന്നുള്ളൂ. അതൊന്നും ആരും ചെയ്തിട്ടില്ല. അറേഞ്ച് ചെയ്താലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി അതിപ്പോൾ സർക്കാരിന് കൊടുത്തപ്പോൾ അവരത് താല്പര്യം കാണിക്കുന്നില്ല. അവിടെ എങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ. ഒരു 50 വർഷം മ്യൂസിക് ഫീൽഡിൽ നിന്ന ആളല്ലേ? 50 വർഷം. ഇതിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സന്തോഷമോ വിഷമോ എന്തെങ്കിലും തരുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ അത് സന്തോഷവും വിഷമവും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കളക്ഷന് വശം ഭയങ്കര കഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പൈസ ഇല്ലാതെ ചെയ്യാൻ ഒക്കില്ല. ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യത്തുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഉള്ള കൊണ്ടൊക്കെ ആരൊക്കെ കടന്നു തരും അവിടെ നിന്ന് അത്രയും വയ്യ. അതൊക്കെ ബാങ്ക് കയറി അവിടെ നിന്നൊക്കെ ലോൺ എടുക്കും. ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അവസാനം പിടിക്കാൻ നിൽക്കാൻ ഒക്കാത്തതുകൊണ്ട് ബാങ്കുകളെല്ലാം ജപ്തി നോട്ടീസ് അടിച്ചു തുടങ്ങി. പിന്നെ പിടിച്ച് നിൽക്കാൻ വയ്യാത്തപ്പോഴാണ് ഞാൻ അങ്ങനെ ഇത് ആർക്കും കൊണ്ട് വിൽക്കട്ടെന്ന് പോയി പത്രത്തിൽ പരസ്യം കൊടുത്തു, സംഗീതോപകരണം വിൽക്കാൻ പോകും. അതുകൊണ്ട് എന്നിട്ടും നല്ലൊരു കസ്റ്റമറെ കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഫോക്ലോർ അക്കാഡമിക്കാർ വന്ന് ഞങ്ങൾ അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുക, ഒരു കല്യാണ മണ്ഡപം വാങ്ങിച്ചിട്ടിരിക്കുന്നു, മണി അയ്യരുടെ സ്മാരക മ്യൂസിയം തുടങ്ങാനാണ്. അതിനകത്ത് വെക്കാൻ സാധനമൊന്നുമില്ല, അയാൾ മൃദംഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ദിവസം വാടകയ്ക്ക് തരുമെന്നത് ഞാൻ പറഞ്ഞു ശരി, 1 കൊല്ലത്തേക്ക് നമുക്ക് എഗ്രിമെൻറ്റ് ചെയ്താണ്. 1 കൊല്ലത്തേക്ക് വാടകയ്ക്ക് സാധനം കൊണ്ട് അവിടെ ഡിസ്പ്ലേ. ഇത് വലിയ പരസ്യമൊക്കെ ആയപ്പോൾ ഇത് എല്ലാവരും കണ്ടാകാൻ തമ്പി ഇത് ഭയങ്കര ഇതാണല്ലോ. പിന്നെ ആ സാധനം ചോദിച്ചാൽ തരില്ല. പിന്നെ അതിനെ ഒതുക്കി അവരെടുക്കുക. അങ്ങനെ പിന്നെ ഞാൻ എന്തൊരു ഫോട്ടോ അയക്കുന്നുണ്ട്. അതൊക്കെയാണ് പിന്നെ ഈ ജപ്തി നോട്ടീസൊക്കെ കിടക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ടുള്ള കാശ് കയറാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തതിൻ്റെ 4-ൽ 1 ഭാഗം കൂടെ കിട്ടിയില്ല. പിന്നെ പോട്ട് സർക്കാർ നമ്മുടെ ഇവിടെ തന്നെ കിടക്കുന്നത് കൊണ്ട് എനിക്കത് സന്തോഷമുണ്ട്. പക്ഷെ വെളിയിലാണെങ്കിൽ കൊടുക്കാക്കില്ല. റഹ്മാൻ ചോദിച്ചതാണ് സാധനം. റഹ്മാൻ്റെ PA വന്ന് എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ ഓണാഘോഷത്തിന് എക്സിബിഷൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ട്. പക്ഷേ റഹ്മാനും ഞാനുമായിട്ടിരുന്ന് ഡീല് ഉറപ്പിക്കാൻ അയാൾ ഈ അവാർഡ് കിട്ടിയ സമയമൊക്കെ അങ്ങനെ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പറയും എനിക്ക് അത്രയും വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ വീടും പേരുടെയൊക്കെ പോകും, എനിക്കത് വിറ്റേ പറ്റുള്ളൂ. പിന്നെ
പിന്നെയാണ് ഇവർ വന്നപ്പോൾ ഇവർക്ക് കൊടുത്തത്. അങ്ങനെ 3 പാർട്ടികൾ മെഡ്രാസിൽ തന്നെ ചോദിച്ചു. പക്ഷേ മെഡ്രാസിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയി നിന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യാനും പിടിക്കാനും ഇവിടെ നിന്ന് ഒരുപാട് ദിവസം മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ യേശുദാസ് ചോദിച്ചിരുന്നു, ഒരാളെ പറഞ്ഞു വിട്ടു തോന്നക്കൽ, അപ്പോൾ സ്ഥലം കിടക്കണം അവിടെ മ്യൂസിയം കിടക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം. ഇത് ഇപ്പോൾ വായിക്കുന്നത് 50 വർഷത്തിന് മുമ്പുള്ള പഴയ ഹിന്ദി പാട്ടാണ്. അതൊക്കെ അന്ന് ഫേമസ് ആയിട്ടുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിയാമെന്നുള്ളൊരു പാട്ട്, മധുമതിയിലെ പാട്ടാണ്. സാറേ, എന്തായിരുന്നാലും വിലപ്പെട്ട സമയം നമ്മളോട് ചിലവഴിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കൊച്ചിലെ മുതൽ എനിക്ക് ഈ സ്ഥാപനത്തിൽ ചെറിയ ബന്ധമുണ്ട്. സാധനങ്ങൾ വാടക എടുക്കാനും എല്ലാത്തിനായിട്ട് സാധനങ്ങൾ നന്നാക്കാനൊക്കെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയത്. നമ്മളോട് ചിലവഴിച്ചതിന് സാറിൻ്റെ അനുഭവങ്ങളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. കൂടുതൽ അംഗീകാരങ്ങൾ സാറിന് തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.